അഭിവന്ദ്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, എൽദോസിന്റെ റോഡിൽ വീണ രക്തം ഇനിയും ഉണങ്ങിയിട്ടില്ല. അത്തരമൊരു വേദനാജനകമായ നിമിഷങ്ങളിലാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഐക്യത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ പരാജയപ്പെടാൻ മനസ്സില്ല എന്നുള്ള ആ ഒരു തോന്നലിന്റെ വിജയമാണ് നമ്മളുടെ ഈ സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, അതിന്റെ വാക്കുകളിലേക്ക് പോകുമ്പോൾ, ആ കുടുംബത്തെ മറന്നുകൊണ്ട് നമുക്കൊരു അവസാനമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ കുടുംബത്തിന്റെ അവസ്ഥ. അവിടെ ചെന്ന് കണ്ട എല്ലാവരും കണ്ട് മനസ്സലിവോടെ, മനസ്സ് സങ്കടത്തോടെ തിരിച്ചു പോകുന്നതാണ്. പ്രായമായ രണ്ട് മാതാപിതാക്കന്മാര്, സഹോദരി, കണ്ണിന് കാഴ്ചക്കുറവുള്ള സഹോദരി, ഭർത്താവ്, ഇങ്ങനെ വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നന്ദി പറയുന്നതിന് മുമ്പായി എനിക്ക് എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളായ പ്രിയപ്പെട്ട മാത്യു ചേട്ടനോടും പ്രിയപ്പെട്ട ആന്റണിയോടും എനിക്ക് പറയാനുള്ളത്, അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നിങ്ങൾ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുമോ എന്ന് വനം മന്ത്രിയോടും സർക്കാരിനോടും ചോദിക്കണം. ആ പാവപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികളാകുന്നുള്ളൂ. അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട MLA-മാരെ, നിങ്ങൾ പരാജയമാണെന്ന് മുഖത്ത് നോക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വേങ്ങൂരാൻ ജോണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ശവശരീരവുമായിട്ട് 2018 ഞങ്ങൾ വന്നു. ഇതുപോലെ കുറെ വാഗ്ദാനങ്ങൾ കിട്ടി, ഒന്നും നടപ്പായില്ല. ആകപ്പാട് ഔദാര്യം പോലെ അന്ന് കിട്ടി 5 ലക്ഷം രൂപ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, കിട്ടിയ 10 ലക്ഷം അല്ല നമുക്ക് കിട്ടേണ്ടത്, 24 ലക്ഷം രൂപ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കുടുംബത്തിന് അവകാശമാണ്, ഔദാര്യമല്ല. അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 10 ലക്ഷം, കേരള സർക്കാരിന്റെ 10 ലക്ഷം, ദുരിതാശ്വാസ വകുപ്പിന്റെ 4 ലക്ഷം. ഈ കണക്കുകളും ഈ പൈസയും ഒക്കെ എവിടെ പോയി? ആരാ കട്ട് നിന്നത്? ഇത് ഏതെങ്കിലും മരംവകുപ്പുകാരന് ശമ്പളം മുടങ്ങിയായിരുന്നോ? ഒരു കഴിഞ്ഞ ഇത്രയും പ്രതിസന്ധികളോട് പോകുമ്പോ ഏതെങ്കിലും മരംവകുപ്പുകാരൻ ശമ്പളം മുടങ്ങിയില്ല. കാരണം എന്താണെന്നറിയാവോ? നമ്മളെ ചവിട്ടിയരയ്ക്കുന്ന ഈ വന്യജീവികളെ പോലും വിട്ടു തിന്നുന്ന കാർബൺ ഫണ്ട് വാങ്ങിയിട്ട് സർക്കാർ മറ്റൊന്നിനു വേണ്ടിയിട്ടും പണം ചെലവഴിച്ചില്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കും നിർബന്ധമായിട്ടും. കാരണം ഇതിന്റെ പുറകിലേക്ക് ഒരുപാട് സാമ്പത്തിക കാരണങ്ങളുണ്ട്. ആ സാമ്പത്തിക കാരണമാണ് അടുത്ത കാലത്തെ നിയമപരിഷ്കരണമായിട്ട് മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജനത്തെ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട 2 MLA-മാര് വളരെ നല്ല വ്യക്തികളാണ്. ആന്റണി ജോണും മാത്യു സാറും വളരെ അടുപ്പമുള്ളവരാണ്. രണ്ടുപേരുടെയും കരങ്ങളിലേക്ക് ഈ ജനത്തെ സാക്ഷി നിർത്തി ഞാൻ ആ കുടുംബത്തെ സമർപ്പിക്കുകയാണ്. ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുവാൻ, ആ കുടുംബത്തെ എടുക്കുവാനായിട്ട് MLA-മാര് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മുടെ ഈ ജനകീയ പ്രക്ഷോഭം നമുക്കറിയാം, ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അപ്പുറത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. കോതമംഗലത്തെ ജനത്തെ മുഴുവൻ ഈ വിഷയത്തിൽ മുൻപോട്ട് നയിച്ചത് കോതമംഗലം രൂപതയുടെ പ്രിയപ്പെട്ട മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. സാധാരണ മടത്തിക്കണ്ടത്തിൽ പിതാവിനെ കുറിച്ച് നമുക്കറിയാം, വളരെ ശാന്തനായി സൗമ്യനായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്, പൊട്ടിത്തെറിക്കാറില്ല. പക്ഷേ കർഷക വിഷയങ്ങളിലും വന്യജീവി വിഷയങ്ങളിലും പിതാവിന്റെ പതിവ് ശൈലി പിതാവ് മാറ്റുന്നു. കാരണം ജനത്തെ അറിയുന്ന ഇടയനാണ് മടത്തിക്കണ്ടത്തിൽ പിതാവ്. ഇനിയും ഈ പിതാവിനോടൊപ്പം, ഈ നാടിന്റെ വേദനകൾക്കൊപ്പം ഈ ജനമുണ്ടാകുമെന്ന ഉറപ്പോടുകൂടി അഭിവന്ദ്യ പിതാവിന് എല്ലാവരുടെയും പേരിൽ നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് പിതാവിന് നന്ദി അറിയിക്കാം. പ്രിയപ്പെട്ട യൂലിയോസ് പിതാവ് കോതമംഗലത്തെ സാധാരണക്കാരന്റെ കൂട്ടുകാരനാണ്. സാധാരണക്കാരൻ സങ്കടം അനുഭവിക്കുമ്പോഴൊക്കെ യൂലിയോസ് പിതാവ് ഒരു സാധാരണ വികാരിയച്ഛനേക്കാൾ ഒരുപാട് താഴെ പിതാവോടെ ചെല്ലും നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ട അഭിവന്ദ്യ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒരു ആവേശമാണ്. പ്രിയപ്പെട്ട അഭിവന്ദ്യ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട ജനപ്രതിനിധികള്, നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി ജോണും പ്രിയപ്പെട്ട മധ്യനാടനും അവർ ഇന്നലെയും ഇന്നും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ഇവരോടൊക്കെ ആവശ്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നത് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട്, തോളിൽ കൈയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് എനിക്കുൾപ്പെടെ ഇങ്ങനെ ഒരു ആവശ്യം അവരുടെ മുമ്പിലോട്ട് വെക്കാനായിട്ട് കഴിയുക. പ്രിയപ്പെട്ട ആന്റണിയും പ്രിയപ്പെട്ട കുഴൽനാടൻ സാറും രണ്ടുപേരും നമ്മുടെ നാടിന്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു. കൂടെയായിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. തന്റെ പ്രായാധിക്യത്തെ മറന്നുകൊണ്ട് പ്രിയപ്പെട്ട കുഴലാഞ്ചേട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒത്തിരി നന്ദിയോടെ അദ്ദേഹത്തെ ഓർക്കുന്നു. ഈ സമയം മുഴുവൻ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മുൻ മന്ത്രി പ്രിയപ്പെട്ട TU കരുള സാറിന്, അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ നേതാക്കന്മാര്, ജില്ലാ പ്രസിഡന്റുമാര്, മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള വിവിധ ജില്ലാ പ്രസിഡന്റുമാര്, ജില്ലാ അധികാരികളായിരിക്കുന്ന നേതാക്കന്മാര്, വിവിധ മത സാമുദായിക SNDPയുടെ സോമൻചേട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ഇമാം നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിലും അദ്ദേഹം നമ്മളോട് എല്ലാവിധ പിന്തുണയും അറിയിച്ചിരുന്നു. ജാതി മത ചിന്തകൾക്കപ്പുറത്ത്
ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കന്മാരെയും ഒറ്റവാക്കോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കത്തോലിക്കാർ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, നമ്മുടെ ഈ സമരത്തിന് കൺവീനറായിരുന്ന പ്രിയപ്പെട്ട അരുണച്ചനെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരെ, സമർപ്പിതരെ, നാട്ടുകാരെ, ഉദ്യോഗസ്ഥന്മാരെ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ കോതമംഗലം രൂപതയുടെ പ്രിയപ്പെട്ട ജനറലച്ഛന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ട പൈസച്ചനും വിൻസെന്റ് അച്ഛനും അവര് സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന വൈദിക നേതാക്കന്മാരാണ്. അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, എല്ലാ ആവശ്യങ്ങളിലും അവർ നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട ജനറലച്ഛന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട പോലീസ് അധികാരികളെയല്ല, പോലീസ് അധികാരികളെ പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം അവര് ഒരു ഭയം കൊണ്ടാകണം, എന്തുമാത്രം പോലീസായിരുന്നു കുട്ടമ്പുഴയില്, എന്തുമാത്രം പോലീസായിരുന്നു കോതമംഗലത്ത്. ഞങ്ങൾ ആരും നിങ്ങളൊന്നും ചെയ്യല, കാരണം നിങ്ങളെ പോലീസിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ നന്ദി പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകര്, നമുക്കറിയാം ഇന്നലെ നമ്മുടെ നടന്ന സമരങ്ങൾ, ഇന്നലെ നടന്ന പ്രതിഷേധം രാത്രി മുഴുവൻ നമ്മുടെ മാധ്യമ പ്രവർത്തകര് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ കുട്ടമ്പുഴയുടെയോ കോതമംഗലത്തിന്റെയോ ഒക്കെ ഈ പരിധിയിൽ നിൽക്കേണ്ട ഈ കാര്യങ്ങള് പുറത്തേക്ക് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയും ഐക്യവും ഒരിക്കലും അവസാനിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.